ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണിത്. കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാവരും വന്നതായിരിക്കും, എന്നാലും ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ നിൽക്കൊന്ന് കാണണ്ടേ. ഞങ്ങൾ ആദ്യം പെരിന്തൽമണ്ണയിൽ നിന്ന് KSRTC ബസ്സിൽ കയറിയിട്ടോ, നേരിട്ടുള്ള കോഴിക്കോട് ബസ്സിലാണ് കയറിയത്. അപ്പോൾ അമ്മുമൊക്കെ സൈഡ് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് സൈഡിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഇപ്പൊക്കെ അവൾ ആകെ കുഴങ്ങി ഒന്ന് വൊമിറ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുട്ടോ. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. അമ്മ ഒത്തിരി ക്ഷീണിച്ചത് കൊണ്ട് ഒത്തിരി നേരം അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളിതാ അങ്ങനെ ബീച്ചിൽ വന്ന് ഇറങ്ങി, ഓരോ വണ്ടിയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ അറ്റത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ദൂരത്ത് നോക്കുമ്പോൾ ശരിക്കും അവിടെ കടലുണ്ടോയെന്നോ അവിടെ വെള്ളമുണ്ടോ ഒന്നും തോന്നൂല അല്ലേ. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളങ്ങനെ കടലിലേക്ക് നടന്നു പോവാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എന്താ വെച്ചാൽ, അമ്മു ആദ്യമായിട്ടാണ് കേട്ടോ കടൽ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, അവൾക്ക് അതൊക്കെ കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുന്നത്. ഞങ്ങൾ സാധാരണ എങ്ങോട്ടും പോവാത്ത ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ടൂറൊന്നും പോണ ആൾക്കാരല്ല. ഇത് ആദ്യമായിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ അമ്മൂനും ഇത് ഭയങ്കര അതിശയമാണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് വെങ്ങര ടൂർ പോയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ അമ്മു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ സുനാമി ഉണ്ടല്ലോ, ചെറിയൊരു കടൽ പോലെ, അതിൽ കളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഉറപ്പിച്ച് നിർത്തി കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല. Terima kasih.
അപ്പോൾ ഞങ്ങൾ കുറേ നേരം കടലിലങ്ങനെ കളിച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, ആ അറ്റത്ത് കുറേ തോണിയൊക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നടക്കുകയാണ്. ഹാർബറാണ് തോന്നുന്നുണ്ട് കേട്ടോ, അവിടെ ചെന്നാലേണ് അറിയുള്ളൂ. അപ്പം ഇങ്ങനെ കരയിൽ കൂടെ അങ്ങനെ നടന്നു. ഇവർക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ വന്ന സ്ഥിതിക്കൊന്ന് വിശാലമായി കാണണ്ടേ എല്ലാവിടെയും നടന്നിട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ആവലില്ല കേട്ടോ, അത്രയും എൻജോയ് ചെയ്യലില്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടാവും കൊണ്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊക്കെയാണ് കരയത്തെ കാഴ്ചകൾ കേട്ടോ, നല്ല രസമുണ്ട് മരങ്ങളൊക്കെ. ഇവിടെ അധികം ഞാൻ ശ്രദ്ധിച്ചത് ഈ ബദാം മരം ഉണ്ടല്ലോ, ബദാം മരം, അതാണ് നിറയെ ഉള്ളത്. അതിൻ്റെ ചോട്ടിലാണ് നിറയെ കച്ചവടക്കാരൊക്കെ ഉള്ളത്. കുടേൻ്റെ ഒന്നും ആവശ്യമില്ല ചിലവർക്ക് കേട്ടോ, കാരണം അത്രയും നല്ല തണലും നല്ലൊരു രസം അതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. ബദാമിൻ്റെ മരം കണ്ടിട്ടില്ലേ, ഒരു ശരിക്കും കുട പിടിച്ച് നിൽക്കണ പോലെ ഒരു ഫീല്, നല്ല തണുപ്പും. അധികം ഇവിടെ ബദാം മരങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ കച്ചവടക്കാരൊന്നുമില്ല. നിറയെ ചിപ്പി ഉണ്ട് കേട്ടോ, ഈ പച്ച കളറിൽ ചിപ്പിത്തോടുകൾ. അനുവിന് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പെറുക്കണം എന്നുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു. പക്ഷേ ഓരോന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്യാലോ, ഞാൻ സമ്മതിക്കാത്ത എന്താ വെച്ചാൽ കവറ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അത് പെറുക്കിക്കോളാൻ പറഞ്ഞായിരുന്നു. ക്രാഫ്റ്റ് പരിപാടിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു നായക്കുട്ടി വെള്ളത്തിലിറങ്ങി നിന്ന് കണ്ടോ, തിരേൻ്റെ അവിടെ വന്ന് നിന്നിട്ട്. അതിനൊരു പേടിയൊന്നുമില്ല കേട്ടോ, കുറേ നേരം നിന്ന്. അപ്പോൾ ഞങ്ങളത് എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്നതാണ്. തിരയിൽ പോകണുണ്ട് അങ്ങോട്ട് ഇറങ്ങണുണ്ടോ ഒക്കെ നോക്കി നിന്നിട്ടോ കുറേ നേരം. അതിനൊന്നൊരു കുഴപ്പമില്ല അല്ലേ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഞാനൊക്കെ കുറേ തവണ പോയിട്ടുണ്ട്, നല്ല പേടിയൊക്കെ ആയിരുന്നു. തിരയിൽ കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ. വണ്ടിയിലൊക്കെ വന്ന് കയറുമ്പോഴേക്കും ആകെ നനഞ്ഞിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളിതാ ഹാർബറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടോ. പാറക്കെട്ടുകളാണ്. അവിടുന്ന് നല്ല രസകരമായ ഒരു വീഡിയോ കിട്ടിയായിരുന്നു കേട്ടോ, അത് എടുക്കാൻ ആരും ഉണ്ടായില്ല. ഞാൻ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ട് ചാടാൻ പേടി, ഇവരൊക്കെയും ചാടി, ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് വയ്യ ചാടാൻ പറഞ്ഞിട്ട്. അങ്ങനെ നല്ലൊരു കോമഡി ഉണ്ടായിട്ടോ. കുറേ നേരത്തിന് വലിയ വലിയ പാറക്കുട്ടങ്ങളാണ്, അത് എങ്ങാനും ഇളകിയാലോ എന്നുള്ളൊരു പേടിയിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ടോ, ഇങ്ങനെയൊക്കെ ഇറങ്ങി. അപ്പോൾ അവിടെ നിറയെ തോണികളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സംഗതി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തോണിയൊക്കെ ഇറക്കണ ഭാഗമാണിത് കേട്ടോ. ഇതിൽ നിറയെ ഇതുണ്ടോ, വലകളും ഒക്കെയും അവർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും. എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്രയും തോണികളാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും വലിയൊരു ഹാർബറിലേക്ക് ഞാൻ വരുന്നത്.
ഞാൻ പോയിട്ടുണ്ട് സാധാരണ, അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ളൂ, കണ്ടിട്ടുണ്ട് ദൂരെ നിന്നൊക്കെ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോയിട്ടോ. ഇങ്ങനെയൊന്നല്ലായിരുന്നു മുമ്പ്. ഇപ്പോൾ യൂട്യൂബർ ആയതിൻ്റെ ഒരു ഗുണം, യൂട്യൂബേഴ്സിൻ്റെ ആയതിൻ്റെ ഒരു ഗുണമാണിത്. ഇതാണ്ടോ പച്ച ചിപ്പി ഞാൻ പറഞ്ഞത്, ഇതൊന്നും നല്ല കേട്ടോ, ഒരുപാടുണ്ട്. ആ ഭാഗത്തെ ആകാശത്തിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹാർബറൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഇവിടെയൊക്കെ കണ്ടോ നിറയെ കളിപ്പാട്ട്. അമ്മൂന് ഇതാണ്ടോ ഇത് മാത്രം ഈ ഒരു എന്തൊക്കെ ജീവികളുടെ മുഖമുള്ള ഒരു സാധനമല്ലേ, അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അവർക്കറിയാം, എനിക്ക് പേരറിയില്ല. അത് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പട്ടങ്ങൾ കണ്ടോ നിറയെ, നല്ല ഭംഗി കേട്ടോ. കുറേ എണ്ണം മരത്തിലൊക്കെ കുരുങ്ങി പൊട്ടിയിട്ട് അവർക്ക് കേട് വന്ന് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറയെ കളിപ്പാട്ടങ്ങൾ. ഇതിൽ മിനി കിച്ചൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ടുവരും ഇതൊക്കെ പാടെ താങ്ങി പിടിച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു പുട്ടും കുറ്റി അങ്ങനത്തെയൊക്കെ. പിന്നെ അതിൽ ആ ഉപ്പിലിട്ടത് നിറയെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഞങ്ങൾ പൈനാപ്പിൾ മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഇങ്ങനെ മേലേക്ക് കയറി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ എഴുതിയ ഭാഗത്ത് കൂടെ അങ്ങനെ നടക്കുക. ഇവിടുന്ന് ആ അറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി. അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വേറെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. വേറെ ഭാഗത്ത് ഇതാ പാറക്കെട്ടുകളൊക്കെ. ഈ ഭാഗത്താണ് ഡേഞ്ചർ സോണാണ് കേട്ടോ അത്. ഈ ഭാഗത്ത് ഇറങ്ങരുതെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ചെറുക്കന്മാരൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. ഭയങ്കര ശക്തിയിൽ തിര വന്നിട്ട് കയറണത്. ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് തന്നെ വന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഞങ്ങൾ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചത്. കാരണം അത്രയും വലിയ തിരയി. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ലൈവൊക്കെ ഇട്ടു കേട്ടോ, ലൈവൊക്കെ ഇട്ടു. പക്ഷേ എനിക്ക് അതിൽ വോയിസ് ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വോയിസ് ഇടാതിരുന്നത് കടലിൻ്റെ സൗണ്ട് കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി മാത്രം അന്ന് ലൈവ് ഇട്ടതാണ്. ഒത്തിരി നേരം, ഒരു 8 മിനിറ്റോളം. പിന്നെ ഞാനത് ഓഫാക്കി. പിന്നെ ഞങ്ങൾ എത്തിയത് ബേർഡ്സ് പാർക്കിലാണ് കേട്ടോ. അതായത് നേരെ മുമ്പിൽ ആ പരുന്താണ് കേട്ടോ. ഒരു കൃത്യം 3 മണിയാകുമ്പോൾ ഇങ്ങനെ അത് ഓപ്പൺ ആക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ തുറന്ന്
ബേഡ്സിനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിറയെ സാധനങ്ങൾ കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിതൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ബസ്സിലൊക്കെ പോരേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ നടന്ന് കണ്ടു. ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടോ, അർജൻറ്റുള്ള അത്ര അത്യാവശ്യമുള്ളത് മാത്രം. ബാക്കിയൊക്കെ കുറേ പകുതി മുക്കാലും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കണ്ട് അങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അത്. ഞാൻ വാങ്ങിയത് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ഹാൻഡ് ബാഗ്. അപ്പോൾ അതിൽ കൊള്ളണ സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടോ. ബാക്കിയൊക്കെ ഇതൊക്കെ വീട്ടിലുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരം എല്ലാത്തിലും അങ്ങനെ തങ്ങി നിന്ന് മെല്ലെ മെല്ലെ കണ്ട് ഞങ്ങളങ്ങനെ നടന്നു. ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമുക്ക് വാങ്ങാൻ തോന്നും അല്ലേ. പിന്നെ എനിക്ക് ചിലതൊക്കെ വേണമെന്ന് തോന്നിയിട്ടോ, പക്ഷെ അതൊക്കെ കയറ്റി കൊണ്ടുവരണ്ടേ, ബസ്സിൽ വരേണ്ടതല്ലേ. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ കുഴങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷെ വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അമ്മൂസിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും താല്പര്യമില്ല കേട്ടോ. ഒക്കെ കണ്ടു എന്ന് മാത്രമല്ല, കളിപ്പാട്ടങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അവൾ വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ. അവൾ വേണമെന്ന് പറഞ്ഞത് ആകെ ഈ ബബിള് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഊതിയിട്ട് കുമിള വരുന്നത്, അത് മാത്രമേ അവൾ വേണം പറഞ്ഞുള്ളൂ. അവൾക്ക് അതിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ കണ്ടു നടന്നങ്ങനെ നല്ല ഭംഗി. അതല്ലേ ഇതെല്ലാം കൂടി ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയില്ലേ. നിറങ്ങളുടെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു മനോഹരമായ കാഴ്ച. പിന്നെ ഒരു ഭാഗത്ത് നിറയെ ബുക്സാണ് കേട്ടോ, കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ള നോവലുകൾ, ചരിത്ര പുസ്തകങ്ങൾ, പഠിക്കാനുള്ളത് എല്ലാം. ഞാനിതൊക്കെ വിസ്തരിച്ച് നടന്ന് കണ്ടു കേട്ടോ, പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ഇതിങ്ങനെ എടുത്തിട്ട് പിന്നെ ഞാൻ ഓരോന്ന് ഞങ്ങളിങ്ങനെ നടന്നു. അതിൽ ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും, എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ ഞങ്ങളെത്തിയത് ഇതാ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ, നിറയെ ഉണ്ട്. ഇതൊക്കെ അമ്മ ഇങ്ങനെ കണ്ട് നടന്നു എന്നല്ലാതെ അവൾക്ക് വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതിങ്ങനെ ഒപ്പം ഒരുമിച്ചൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയും കളിപ്പാട്ടങ്ങളുടെ സെക്ഷനാണ് കേട്ടോ. അതിൽ നിറയെ ഉണ്ട്. ഇതാ ഫാൻസി ഐറ്റംസ്. ഞങ്ങൾ ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പൂരങ്ങൾക്ക് വാങ്ങി, ഇതൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊന്നും വാങ്ങിയില്ല. കാണുമ്പോൾ ഒരു ഭംഗി, അത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം എല്ലാം വിസ്തരിച്ച് നടന്ന് കണ്ടു. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കണ്ടു, എല്ലാതും ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വിശാലമായൊരു ഹാള് പോലെയാണ് സംഗതി. അതിൽ ഓരോ ഭാഗത്തും ഓരോ സംഗതികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ വളകളൊക്കെ എത്രയാണ്. ഞങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അത്രയൊന്നും ഇങ്ങനെ തോനെ വാങ്ങിക്കൂട്ടുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല. പിന്നെ മിഠായികൾ, നമ്മുടെ പഴയ കാലത്തെ മിഠായികളും എല്ലാം ഇട്ടിട്ടുണ്ടോ, പുളി മിഠായി, അങ്ങനെ ഓരോ തരം എല്ലാം ഉണ്ട്. കാണുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം വാങ്ങാൻ തോന്നും. ഇത് മാത്രം കേട്ടോ, വേറെ ഉള്ളതിനൊന്നും താല്പര്യമില്ല. ഇതൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഇതാണ് ജീരകം മിഠായി. കണ്ടോ, ഓരോന്ന് സിഗരറ്റ് മിഠായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. ഇതൊക്കെ പഴയ കാലത്തെ മിഠായികൾ. പിന്നെ ഞങ്ങളെത്തിയത് ഗാർഡനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗാർഡൻ. അതിൽ ഇത് വിൽക്കാൻ വെച്ചൊക്കെ തന്നെയാണ് സംഗതി. ഓരോ ഭാഗത്ത് ഓരോ തരം ചെടികൾ വീതം അങ്ങനെ വെച്ചിട്ടുണ്ട്. റോസാപ്പൂക്കളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പൂക്കളൊക്കെ നിറയെ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ചു പോയേ ഉള്ളൂ കേട്ടോ. നിറയെ പൂക്കളുണ്ട്. ഓരോ ഭാഗത്ത് ഓരോ തരം പൂക്കളും ചെടികളും ഇങ്ങനെ വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വാങ്ങണതൊന്നും ഞാൻ കണ്ടില്ല ആരും. പക്ഷെ അവിടെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇതിലറിയാത്ത പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. പിന്നെ ആ റോബോട്ട് ബേഡ്സുകളുടെ ആ ഭാഗത്തേക്ക് കിടക്കുമ്പോഴാണ് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. നല്ല ഇഷ്ടമായി, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയാണത് കാണാൻ. ഗാർഡനിങ് സൂപ്പറാണ് കേട്ടോ അല്ലേ. കണ്ടോ, ഒരുപാടുണ്ട്.
ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. ലാസ്റ്റ് അതൊക്കെ കണ്ടിറങ്ങി, റോബോട്ട് ബേർഡ്സ് എല്ലാം കണ്ടു. ലാസ്റ്റ് പുറത്തിറങ്ങി ഇതാണ്ടോ ഗാർഡനും കണ്ടു. ഇനി അങ്ങനെ പുറത്തെ ഗേറ്റ് വഴി അങ്ങനെ പോവുകയാണ് കേട്ടോ. അമ്പലമൊക്കെ കണ്ട ഒരു വെറൈറ്റി കളറ് അല്ലേ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചൈനീസ് ബാൾസം നിറയെ വെറൈറ്റി കളറുകളിൽ ഉള്ള പൂക്കളും ചെടികൾ മാത്രം, പൂക്കളുള്ള ചെടികൾ മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാം ഉണ്ട്. പേരയ്ക്ക, തെങ്ങ് കണ്ടോ, എല്ലാം ഉണ്ട് അതിൽ. എല്ലാം അങ്ങനെ ഗ്രോ ബാഗിൽ മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ വാങ്ങിക്കൊണ്ട് പോയിരിക്കും അല്ലേ ആൾക്കാർ. ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ ആരും വന്ന് വാങ്ങണതൊന്നും കണ്ടില്ല. ചിലപ്പോൾ കുറെ കഴിഞ്ഞാലായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ കടലിലേക്ക് ഇറങ്ങിട്ടോ തിരിച്ചു വന്നു. അതുവരെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ കണ്ടോ ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ ഇരുട്ടായ പോലെ തോന്നില്ലേ, പക്ഷെ ഇരുട്ടായിട്ടില്ല കേട്ടോ സംഗതി. അതങ്ങനെ തോന്നുകയാണ് നമുക്ക്. അപ്പോഴേക്കും ആളൊക്കെ കൂടി പെരുന്നാൾ ലീവൊക്കെ അല്ലേ, നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല തിര വരുന്ന ഒരു ടൈമായിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് നനഞ്ഞിട്ടോ, ഞാനും അമ്മൂസൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ ഒരു പണിയുണ്ടോ, മക്കൾ കാട്ടണ പണി. കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കാല് വെച്ചിട്ട് മണലിട്ട് മൂടുകയാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. കടലിൽ നിന്ന് ഇങ്ങനെ കളിച്ച് വരുന്നിട്ട് അങ്ങനെ. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനത്തെ കളിയൊന്നും ഞാൻ കളിക്കാൻ കഴിച്ചില്ല അവരെ. ഇനി പോകുമ്പോൾ എന്തായാലും ഒക്കെ കരുതിയിട്ടേ പോവുള്ളൂ. പിന്നെ ഞാൻ അമ്മൂസ് അനൂസ് എന്നൊക്കെ എഴുതിയിട്ട് അതിൽ ആരോ വന്ന് ചവിട്ടി. കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് തിരയൊക്കെ വന്ന് മാച്ച് കളഞ്ഞത്. പിന്നെ ഒരു കുഞ്ഞുവാവ കാട്ടണുണ്ടോ, അതിൻ്റെ ഉമ്മേൻ്റെ കാലുമ്മേ ഒരു കപ്പ് കിട്ടിയതാണ് കേട്ടോ, പ്ലാസ്റ്റിക് കപ്പ്. അതിൽ മണലെടുത്ത് കൊടുത്തിട്ട് ഇതാണ്ടോ കാലുമ്മ അങ്ങനെ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് അതിലുള്ള തുള്ളി മണലും കൂടി അതിലിട്ട്, പിന്നെ ബാക്കി തികയണില്ല കണ്ടപ്പോൾ അവിടുന്ന് വാരി എടുത്ത് ഇട്ട്. നല്ല രസമായിരുന്നു അതൊക്കെ. നല്ല ഭംഗിയാണ് അത് കാട്ടുന്നത് കാണാൻ. എന്നിട്ട് മൂടുന്നില്ല, എന്നിട്ട് അത് ആ കപ്പിൽ പിന്നെയും വാരിയിട്ട് പിന്നെയും ഇടാൻ നോക്കുക. കുറേ നേരം ചെയ്തിട്ട് അങ്ങനെ. അമ്മു ആനും കണ്ടോ അവർക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാൻ പേടി. കുട്ടികൾ കാട്ടണുണ്ടോ അതിൽ കടക്കുകയൊക്കെ ചെയ്യാണ് തിര വരുന്ന ടൈമിൽ. നല്ല വരുന്നുണ്ട്. ചില ടൈമിൽ അങ്ങോട്ട് നല്ല അടിച്ച് ഞാനും അമ്മും കൂടെ പറ്റ നനഞ്ഞിട്ടോ. ബാഗിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി, 2 ഫോണൊക്കെ നനഞ്ഞു. പിന്നെ ഞാൻ വേഗം കയറി. ഞാൻ ഇത്തിരി നേരം ഡീസൻ്റ് ആവുക വെച്ചിട്ട് കയറിയിരുന്ന കേട്ടോ. അത്ര നേരം ഭയങ്കര കളിയായിരുന്നു. പിന്നെ പോകാനാകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടും വേണ്ടേ, അതാണ്. പിന്നെ ഫോണ് നനഞ്ഞപ്പോൾ ആകെ ടെൻഷൻ അടിച്ചു പോയി. അവിടുന്ന് ഒരു ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ടവലൊക്കെ വാങ്ങി തുടച്ച് കവറിൻ്റെ ഉള്ളിൽ ഒക്കെ വെച്ച് ഫോണൊക്കെ നല്ല സെറ്റപ്പിലാക്കി. അല്ലെങ്കിൽ ഫോണ് കേട് വന്നാൽ പണി പാടൂലേ. പിന്നെ അവരെ കയറ്റിട്ടോ, ഇനി ഉണങ്ങണ്ട, ഇനി നമുക്ക് പോകണ്ടേ പറഞ്ഞിട്ട് 2 ആൾ സങ്കടത്തിൽ നിൽക്കുകയാണ്. സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മൂന് പിന്നെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു, സമ്മതിച്ചില്ല. ബസ്സിലൊക്കെ ഇരിക്കേണ്ടതല്ലേ, പോകുമ്പോൾ ആകെ നനഞ്ഞ് മുണ്ടിയിട്ടൊക്കെ കയറാൻ പറ്റുമോ. അപ്പോൾ അവരങ്ങനെ നിരാശയിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര ഇത്രയേ ഉള്ളൂ.